ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗെറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സ്ട്രക്ചേഴ്സാണ്. ഗെറ്റ് ടു എന്നുപയോഗിക്കുന്ന, അതുപോലെ തന്നെ ടു ഗെറ്റ്. ഗെറ്റ് ടു എന്നുപയോഗിച്ചുകൊണ്ട് ഒരു വേർബ് വരാം. ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു വേർബ് ഉപയോഗിക്കാം. ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഒരു വേർബ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഗെറ്റ് എന്ന വാക്കുമായിട്ട് ചേർന്ന് വരുന്നത് ഉണ്ട്. ഇന്ന് നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ടു ഗെറ്റ് എന്താണ് എന്ന് നോക്കാം. നമുക്കറിയാം, ഗെറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കിട്ടുക എന്നർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഇല്ലേ? ടു ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ എന്നർത്ഥത്തിൽ. ടു ഗെറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ഫോമാണ്. ഒരു വേർബിന് മുന്നിൽ ടു ചേർക്കുന്നതാണ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ടു ഗെറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ഫോമാണ്. നമ്മളുടെ ഒരു ഗോൾ, അതല്ലെങ്കിൽ പേർപ്പസ്, അതല്ലെങ്കിൽ പ്ലാൻ, അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് ടു ഗെറ്റ് എന്നുപയോഗിക്കാം. ഐ വാണ്ട് ടു ഗെറ്റ് എ ന്യൂ ഫോൺ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ഗെറ്റ് എ ന്യൂ ഫോൺ. എനിക്ക് ഒരു പുതിയ ഫോൺ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഐ വാണ്ട് ടു ഗെറ്റ്. അവിടെ മെയിൻ വേർബ് വാണ്ട് ആണ്. ടു ഗെറ്റ് എന്നത് ഇൻഫിനിറ്റീവ് ഫോമാണ്. ഇപ്പോൾ ഐ വാണ്ടഡ് ടു ഗെറ്റ് എ ന്യൂ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫോൺ കിട്ടണമെന്ന് ആഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ ഐ വാണ്ടഡ് ടു ഗെറ്റ് എ ഫോൺ. ഇവിടെ നോക്കൂ, വാണ്ടഡ് അത് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു, പക്ഷേ ടു ഗെറ്റ് എന്നതിന് ഒരു ചേഞ്ചും വന്നില്ല. മെയിൻ വേർബ് അല്ല അത്. മെയിൻ വേർബിനാണ് ടെൻസ് അനുസരിച്ച് ചേഞ്ച് വരുന്നത്. ടു ഗെറ്റ് അങ്ങനെ തന്നെ. ഐ വാണ്ട് ടു ഗെറ്റ് എ ന്യൂ ഫോൺ. ഐ വാണ്ടഡ് ടു ഗെറ്റ് എ ന്യൂ ഫോൺ. ഷീ ഹോപ്സ് ടു ഗെറ്റ് എ പ്രൊമോഷൻ. അവൾ ഒരു പ്രൊമോഷൻ കിട്ടണമെന്ന് ആശിക്കുന്നു. ഷീ ഹോപ്സ് ടു ഗെറ്റ് എ പ്രൊമോഷൻ. ഹീ ട്രൈഡ് ടു ഗെറ്റ് ദെയർ ഓൺ ടൈം. ഹീ ട്രൈഡ് ടു ഗെറ്റ് ദെയർ ഓൺ ടൈം. അവിടെ വളരെ കൃത്യസമയത്ത് തന്നെ എത്താൻ അവൻ ശ്രമിച്ചു. ഹീ ട്രൈഡ് ടു ഗെറ്റ് എന്നാണ്. അവിടെ ട്രൈഡ് എന്നതാണ് മെയിൻ വേർബ്. ഇനി ഹീ ട്രൈസ് ടു ഗെറ്റ് ദെയർ ഓൺ ടൈം. അവിടെ കൃത്യസമയത്ത് എത്താൻ അവൻ ശ്രമിക്കാറുണ്ട്. ഹീ ട്രൈസ്. നോക്കൂ, ട്രൈഡ് ഉപയോഗിച്ചു, ട്രൈസ് ഉപയോഗിച്ചു. ഇനി ഹി വിൽ ട്രൈ ടു ഗെറ്റ് ദെയർ ഓൺ ടൈം എന്നാണെങ്കിൽ അവൻ അവിടെ കൃത്യസമയത്ത് എത്താൻ ശ്രമിക്കും. അപ്പോൾ ഹീ വിൽ ട്രൈ. നോക്കൂ, മെയിൻ വേർബിനാണ് അവിടെ ചേഞ്ച് വരുന്നത്, അല്ലാതെ ടു ഗെറ്റിന് ഒരു ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ടു ഗെറ്റ് എന്നുപയോഗിക്കുന്നത് ഇൻഫിനിറ്റീവ് ഫോമിലാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഗെറ്റ് ടു. ഗെറ്റ് ടു ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് വരുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടി, ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഗെറ്റ് ടു ഉപയോഗിക്കാം. അപ്പോൾ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ആ ഒരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ആണ് പറയുന്നത്. ഹൗ ഡു യു ഗെറ്റ് ടു ദ എയർപോർട്ട് ഫ്രം ഹിയർ? ഹൗ ഡു യു ഗെറ്റ് ടു ദി എയർപോർട്ട് ഫ്രം ഹിയർ? ഇവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ എയർപോർട്ടിൽ എത്താറുള്ളത്? ഹൗ ഡു യു ഗെറ്റ്? സാധാരണ അങ്ങനെ എങ്ങനെയാണ് എത്താറുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഗെറ്റ് ടു ദി എയർപോർട്ട്. നോക്കൂ, ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ആണ്, ആ ഡെസ്റ്റിനേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റീച്ചിങ് എ ഡെസ്റ്റിനേഷൻ, റീച്ചിങ് എ പ്ലേസ് എന്ന മീനിങ്ങിലാണ് അവിടെ ഗെറ്റ് ടു പ്ലസ് പ്ലേസ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് ടു ദി എയർപോർട്ട്, ഗെറ്റ് ടു ദ ഓഫീസ്, ഗെറ്റ് ടു ദ ഹോസ്പിറ്റൽ, ഗെറ്റ് ടു ദ സ്കൂൾ. അങ്ങനെ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് പ്ലേസ്. വി ഗോട്ട് ടു ദ ഓഫീസ് ലേറ്റ്. വി ഗോട്ട് ടു ദ ഓഫീസ് ലേറ്റ് ബിക്കോസ് ഓഫ് ഹെവി ട്രാഫിക്. വല്ലാത്ത ട്രാഫിക് കാരണം ഞങ്ങൾ ഓഫീസിലെത്തിയത് ലേറ്റായിട്ടാണ്. വി ഗോട്ട് ടു ദ ഓഫീസ്. നോക്കൂ, ഗോട്ട് ടു ഉപയോഗിച്ചു. അപ്പോൾ അതൊരു പാസ്റ്റ് ടെൻസിലെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഗെറ്റ് ടു എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട് ടു എന്നുപയോഗിച്ചു. കാരണം ഗെറ്റ് ടു എന്നുപയോഗിക്കുമ്പോൾ അത് ആ സെൻറ്റൻസിലെ മെയിൻ വേർബാണ്. ആദ്യം ടു ഗെറ്റ് പറഞ്ഞപ്പോൾ അത് മെയിൻ വേർബ് ആയിരുന്നില്ല, പക്ഷേ ഇവിടെ അത് മെയിൻ വേർബാണ് ആ സെൻറ്റൻസിൽ. വി ഗോട്ട് ടു ദ ഓഫീസ് ലേറ്റ് ബിക്കോസ് ഓഫ് ഹെവി ട്രാഫിക്. ഡിഡ് യു ഗെറ്റ് ടു ദ ഓഫീസ് ഓൺ ടൈം ടുഡേ? ഡിഡ് യു ഗെറ്റ് ടു ദ ഓഫീസ് ഓൺ ടൈം ടുഡേ? ഇന്ന് നിങ്ങൾ ഓഫീസിൽ നേരത്തെ തന്നെ എത്തിയോ എന്നാണ്, കൃത്യമായിട്ട് ഓൺ ടൈം തന്നെ എത്തിയോ എന്നാണ്. അവിടെ ഡിഡ് യു ഗെറ്റ് ടു? നോക്കൂ, ഗെറ്റ് ടു അവിടെ
ഡിഡ് ഉപയോഗിച്ചതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഓഫീസിൽ നേരത്തെ കൃത്യസമയത്ത് തന്നെ എത്തിയോ? അപ്പോൾ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഗെറ്റ് ടു കഴിഞ്ഞിട്ട് നമുക്ക് വേർബ് ഉപയോഗിക്കാം. ഗെറ്റ് ടു പ്ലസ് വേർബ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏത് മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്? ഒരു ഓപ്പർച്യൂണിറ്റി, ഒരവസരം, അതല്ലെങ്കിൽ ഒരു പ്രിവിലേജ്, ഒരു പ്രത്യേക ആനുകൂല്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് വേർബ് ഉപയോഗിക്കാം. ഐ ഗെറ്റ് ടു ട്രാവൽ ഫോർ വർക്ക് എവറി മന്ത്. ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ട്രാവൽ, വേർബിൻ്റെ V1 ഫോം. ഐ ഗെറ്റ് ടു ട്രാവൽ ഫോർ വർക്ക് എവറി മന്ത്. എല്ലാ മാസവും എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട് എന്നാണ്. ഐ ഗെറ്റ് ടു ട്രാവൽ എവറി മന്ത്. അത് ജോലിക്ക് വേണ്ടി, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ പല ആളുകളും പല സ്ഥലങ്ങളിലേക്കൊക്കെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കോ ഒക്കെ പോകാനുള്ളൊരു അവസരം കിട്ടാറില്ല ചിലർക്കൊക്കെ. അതാണ് ഐ ഗെറ്റ് ടു ട്രാവൽ, എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട് എന്നാണ്. ഐ ഗെറ്റ് ടു ട്രാവൽ എവറി മന്ത്. ഐ ഗെറ്റ് ടു സീ ന്യൂ പ്ലേസസ് എവറി മന്ത്. എല്ലാ മാസവും എനിക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട്. ഐ ഗെറ്റ് ടു സീ ന്യൂ പ്ലേസസ്. ഗെറ്റ് ടു കഴിഞ്ഞിട്ട് വേർബ് ഉപയോഗിച്ചു. അപ്പോൾ ഒരു അവസരം കിട്ടാറുണ്ട് എന്ന ഒരു മീനിങ്ങിലാണ് അത് അവിടെ ഉപയോഗിക്കുന്നത്. ഹീ ഗോട്ട് ടു മീറ്റ് ഹിസ് ഫേവറേറ്റ് ആക്ടർ ലാസ്റ്റ് ഇയർ. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറിനെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറിനെ കാണാനുള്ള ഒരവസരം കിട്ടി എന്നാണ്. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം. ഹീ ഗോട്ട് ടു മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഹീ ഗോട്ട് ടു മീറ്റ്. ഗോട്ട് എന്നുപയോഗിച്ചിരിക്കുന്നതിന് കാരണം പാസ്റ്റ് ടെൻസ് ആണ്, ലാസ്റ്റ് ഇയറിൽ ഉണ്ടായ ഒരു കാര്യമാണ്. ഹീ ഗോട്ട് ടു മീറ്റ്. അപ്പോൾ അവനങ്ങനെ ഒരു അവസരം കിട്ടി എന്നാണ് പറയുന്നത്. ഗോട്ട് ടു മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഗോട്ട് ടു സീ, കാണാനുള്ള അവസരം കിട്ടി. ഗോട്ട് ടു വിസിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതാണ് ഗോട്ട് ടു കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് എ വേർബ്. യു ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ്. യു ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത് എന്ന് പറയില്ല. യു ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ്. നിങ്ങൾക്ക് അതിനുള്ളൊരു പ്രിവിലേജ് ഇല്ല, അങ്ങനെ അത് തീരുമാനം എടുക്കാനുള്ള, അല്ലെങ്കിൽ അതിനുള്ളൊരു പെർമിഷൻ നിങ്ങൾക്കില്ല. യു ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ്. നോ പ്രിവിലേജ്, അല്ലെങ്കിൽ നോ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നോ പെർമിഷൻ. അങ്ങനെ നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഗെറ്റ് ടു കഴിഞ്ഞിട്ട് ഒരു വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇനി അടുത്തത് ഗെറ്റ് ടു എന്നതിന് ഇടയിൽ ഗെറ്റ് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് വയ്ക്കുക, പിന്നെയാണ് വേർബ് വരുന്നത്. ഗെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് വേർബ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇത് കോസറ്റീവ് വേർബുകൾ നമ്മൾ പല ലെസൺസിലും പഠിച്ചിട്ടുണ്ട്. ഗെറ്റ് ഒരു കോസറ്റീവ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഗെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ടു പ്ലസ് വേർബ്. കോസറ്റീവ് വേർബ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറയില്ലേ, ചെയ്യിക്കുക. നമ്മൾ സ്വയം ചെയ്യുകയല്ല, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചെടികൾക്കൊക്കെ ഞാൻ നനച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഗാർഡനറെ കൊണ്ട് ചെടികളൊക്കെ നനപ്പിച്ചു, അത് ഞാൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം സെൻറ്റൻസുകളിലാണ് നമ്മൾ കോസറ്റീവ് വേർബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ട്രക്ചർ ഗെറ്റ് ടുവിന് ഇടയിൽ ഒരു ഓബ്ജക്റ്റ് വയ്ക്കുന്നത് അവിടെയാണ്. എക്സാമ്പിൾ നോക്കൂ. ഐ ഗോട്ട് ഹിം ടു ഫിക്സ് മൈ ഫോൺ. ഗോട്ട് എന്നുപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഞാൻ അവനെ കൊണ്ട് എൻ്റെ ഫോൺ ഫിക്സ് ചെയ്യിപ്പിച്ചു, റിപ്പയർ ചെയ്യിപ്പിച്ചു എന്നാണ്. ഐ ഗോട്ട് ഹിം, ഞാനല്ല ഫിക്സ് ചെയ്തത്, അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഐ ഗോട്ട് ഹിം. നോക്കൂ, ഗോട്ട് കഴിഞ്ഞിട്ട് ഹിം ഓബ്ജക്റ്റ്, പിന്നെയാണ് ടു ഫിക്സ് മൈ ഫോൺ. ഇനി നമ്മളവിടെ ഓബ്ജക്റ്റ് ഇല്ലാതെ പറയുകയാണെങ്കിൽ ഐ ഗോട്ട് ടു ഫിക്സ് മൈ ഫോൺ എന്നായി. അവിടെ മീനിങ് വളരെ വ്യത്യാസം വന്നു. കാരണം ഐ ഗോട്ട് ടു ഫിക്സ് മൈ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് ഫോൺ ഫിക്സ് ചെയ്യാനുള്ള, ഫോൺ റിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നാണ്. ഐ ഗോട്ട് ടു ഫിക്സ് മൈ ഫോൺ. അപ്പോൾ ഐ ഗോട്ട് ടു ഫിക്സ് മൈ ഫോൺ എന്ന് പറയുന്നതും ഐ ഗോട്ട് ഹിം ടു ഫിക്സ് മൈ ഫോൺ എന്ന് പറയുന്നതും വളരെ വളരെ ഡിഫറൻ്റ് ആണ്. ദേ ഗോട്ട് ദ മാനേജർ ടു റെഡ്യൂസ് ദ പ്രൈസ്. ടു റെഡ്യൂസ് ദ പ്രൈസ്, അതായത് വില കുറയ്ക്കുക. വില കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ദേ ഗോട്ട്
ദ മാനേജർ ടു റെഡ്യൂസ് ദ പ്രൈസ്. അവർ മാനേജറെ കൊണ്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്നാണ്. മാനേജറെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് ദേ ഗോട്ട് ദ മാനേജർ ടു റെഡ്യൂസ് ദ പ്രൈസ് എന്ന് പറയും. വില കുറച്ചു. അവർ സ്വയമല്ല ചെയ്തത്, മാനേജറെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് ഗോട്ട് ദ മാനേജർ ടു റെഡ്യൂസ് എന്ന് പറഞ്ഞത്. ഇനി ദേ ഗോട്ട് ടു റെഡ്യൂസ് ദ പ്രൈസ് എന്നായിരുന്നെങ്കിൽ ദേ ഗോട്ട് ടു റെഡ്യൂസ്, അവിടെ മീനിങ് മാറി. അവിടെ എന്താ മീനിങ്? അവർക്ക് വില കുറയ്ക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നാണ്. ദേ ഗോട്ട് ടു റെഡ്യൂസ്. ദേ ഗോട്ട് ടു റെഡ്യൂസ് എന്ന് പറയുമ്പോഴും ദേ ഗോട്ട് ദ മാനേജർ ടു റെഡ്യൂസ് എന്ന് പറയുമ്പോഴും വളരെ ഡിഫറൻ്റ് ആണ് മീനിങ്. മാനേജറെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ മാനേജറെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യിപ്പിച്ചു എന്നാണ്. അതേസമയം ദേ ഗോട്ട് ടു റെഡ്യൂസ് എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി എന്നാണ് വരുന്നത്. ക്യാൻ യു ഗെറ്റ് ഹിം ടു കോൾ മീ? ക്യാൻ യു ഗെറ്റ് ഹിം ടു കോൾ മീ? ക്യാൻ യു ഗെറ്റ് കഴിഞ്ഞിട്ട് ഹിം ഉണ്ട്, ഓബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെന്താണ് മീനിങ്? ക്യാൻ യു ഗെറ്റ് ഹിം ടു കോൾ മീ? നിങ്ങൾക്ക് അവനെ കൊണ്ട് എന്നെ വിളിപ്പിക്കാൻ കഴിയുമോ? ക്യാൻ യു ഗെറ്റ് ഹിം ടു കോൾ മീ? ഐ കാൺട്ട് ഗെറ്റ് ഹെർ ടു അണ്ടർസ്റ്റാൻഡ് മൈ പോയിൻറ്റ്. ഐ കാൺട്ട് ഗെറ്റ് ഹെർ ടു അണ്ടർസ്റ്റാൻഡ് മൈ പോയിൻറ്റ്. എൻ്റെ പോയിൻ്റ്, ഇപ്പം ഞാൻ പറയുന്ന കാര്യം അവളെ മനസ്സിലാക്കിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ഐ കാൺട്ട് ഗെറ്റ് ഹെർ ടു അണ്ടർസ്റ്റാൻഡ് മൈ പോയിൻറ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ? ഒരു ഓബ്ജക്റ്റ് ഗെറ്റ് ടു, അതിനിടയ്ക്ക് ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒക്കെ മാറും എന്ന്. അപ്പോൾ ഇന്ന് പഠിച്ചത് ഗെറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സ്ട്രക്ചേഴ്സാണ്. അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.